വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ വാക്കുകളിലുണ്ടാകുന്ന പാഷൻ, ആ ഒരു സ്ട്രെങ്ത്ത് ശരിക്കും നമ്മുടെ കേൾവിക്കാരെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് അങ്ങനെ കൊടുക്കുവാൻ സാധിക്കും. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ഇത്രയും സാലറി ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ജോലി ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് സാലറി ഉള്ളുവെങ്കിലും എനിക്ക് ഏറ്റവും മികച്ച പെർഫോമറായി എങ്ങനെ മാറാൻ സാധിക്കും, അതുവഴി എൻ്റെ ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 2 പ്രധാനപ്പെട്ട പോളിസിയാണ് ഞാൻ മനസ്സിലാക്കിയത്. 1 ക്വാളിറ്റി, 2 ടീം വർക്ക്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ പലപ്പോഴും വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും ടച്ച് ചെയ്തത് ഈ പാഷൻ എലമെൻറ്റിലാണ്. ആ 2 കഥകൾ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, കോളേജിലോ കലാലയത്തിലോ രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരു അനുഭവം ഉണ്ടായതായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ഏതോ ഉത്സവത്തിൽ സ്വന്തമായി എന്തോ ചെറിയ കച്ചവടം നടത്തുകയും അതിനിടയിൽ പിതാവ് എന്തൊക്കെയോ ഉപദേശിക്കുകയോ ശാസിക്കുകയോ ചെയ്തതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? അതൊക്കെ എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ, കാരണം ഒരു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 7ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഒരു ചെറിയ കട തുടങ്ങുന്നു ഉത്സവത്തിൽ, അത്രയും വലിയ ആളുകളുടെ ഇടയിൽ വെച്ച്. ആ സമയത്ത് തന്നെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി മാറാൻ സാധിച്ചത് എന്തായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോഴൊരു അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ്ണദാസ് എന്ന വലിയ വ്യക്തിത്വത്തെ മെനയുവാനായിട്ട് ഇടയാക്കിയത്? അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് എൻ്റെ അച്ഛന് തന്നെയാണ്. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ സർവ്വ സ്വാതന്ത്ര്യം തന്നിട്ടാണ് വളർത്തിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തോന്നിവാസം കാണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറിച്ച് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. പഠനം അതിൻ്റെ ഭാഗം കൊണ്ട് നടക്കണം. അപ്പോൾ 7ാം ക്ലാസ്സിലായപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രായത്തിൽ ഒരു ക്ലബ്ബ് ആണ് ആദ്യമായിട്ടുണ്ടാക്കിയത്. ഇന്ന് ഞാൻ ക്ലബിൻ്റെ പേര് ഓർക്കുന്നു, ബ്ലൂ ഡയമണ്ട് ചിൽഡ്രൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ആ ക്ലബിലാണ് എൻ്റെ ആരംഭം. ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായി നിരന്തരം ആ വർഷം മുതൽ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ഈ ചെറുപ്പക്കാരായ എന്നെപ്പോലെ ഇത്രയും ചെറുപ്പമുള്ള ആളുകൾക്ക് സാധിച്ചു. അതിന് സമൂഹത്തിലെ പല ആളുകളും സപ്പോർട്ട് ചെയ്തു. അപ്പം ഞങ്ങളൊരു 10-35ഓളം കുട്ടികൾ ഈ മേഖലയിലേക്ക് ഇവരും ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇടപെടുവാൻ അതിലൂടെ പഠിക്കുകയാണ്. ആളുകളുമായി ഇടപെടുവാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ. ഒരു ടൂർണമെൻറ്റ് നടത്തുക എന്ന് പറയാൻ അത്ര ചെറിയ കാര്യമല്ല. അതും പ്രൈസ് മണി വെച്ചിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അത് ഷൊർണൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ചൊരു യാത്രയാണ്. പിന്നീട് അതിൻ്റെ ഭാഗമായി ഈ ആര്യങ്കാവ് പൂരം മഹോത്സവത്തിന് അവിടെ ഏറ്റവും മുന്നിൽ തന്നെ ഒരു ഷോപ്പ് ലേലത്തിന് വിളിച്ച് അവിടെ 1-2 സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി അഡ്വർടൈസിങ്, പിന്നെ അതിൻ്റെ കൂടെ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് ശ്രമിച്ചത്. ഇത് തീർച്ചയായിട്ടും അച്ഛൻ കണ്ടുകൊണ്ടുവരികയും അച്ഛൻ അന്നേരമൊന്നും പറഞ്ഞില്ല. പിന്നീട് ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത് വേറൊരു നിലയ്ക്ക് ഉപദേശം എന്ന രൂപയിൽ, നീ ഈ പറയുന്ന കച്ചവടം ചെയ്യുന്നതിലല്ല എനിക്കെതിര്, പക്ഷെ നീ കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നീ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? അത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അതിൽ ഒരുപാട് മോട്ടിവേറ്റഡ് ആയ ആളാണ് ഞാൻ. അങ്ങനെ ആരംഭിച്ച ഞാൻ പിന്നീട് സ്കൂളിലും സ്കൂൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. പല സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പലതും ചെയ്തു. കോളേജിലെത്തിയപ്പോൾ അവിടെയും രാഷ്ട്രീയ പ്രവർത്തനം. അന്ന് അത് ഒരു അതിശയോക്തി കൊണ്ട് പറയുന്നല്ലേ, ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അന്ന് ഞാൻ ജയിച്ച മാർജിൻ, ആ ലീഡ് ഇപ്പോഴും വേറെ ആൾക്കും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു. പറയുമ്പോൾ അപ്പോൾ അന്നുണ്ടാക്കിയ ഇമ്പാക്റ്റ് മേ ബി പൊളൈറ്റായിട്ടുള്ള ബിഹേവിയറും മറ്റു പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം. അതിനുശേഷം യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി, അതുപോലെ തന്നെ വേറെ ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹി, ജില്ല, അങ്ങനെ പല നിലയ്ക്കും പ്രവർത്തിച്ചു. പിന്നീട് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി, മറ്റൊരു സംസ്ഥാനത്തേക്ക് ചേക്കേറുകയും പിന്നീട് അതിനുശേഷം തിരിച്ചു വന്ന് MBA ചെയ്യുകയും PhD ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ വിവിധതരം ബിസിനസ്സുകളിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വലിയൊരു കൺസെപ്റ്റ് വന്ന കാലത്ത് എൻ്റെ കീഴിൽ 110ഓളം ആളുകളെ വെച്ച് ഞാൻ അത്തരമൊരു ബിസിനസ് സംരംഭം നടത്തിയിരുന്നു. പിന്നീട് അതിൻ്റെ യാദൃശ്ചികമായ പ്രശ്നങ്ങൾ കൊണ്ട് അതില്ലായ്മ ചെയ്യുന്നൊരു നിയമം കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്തപ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കടന്നു. ആ കാലഘട്ടത്തിൽ ആരും ചിന്തിക്കാത്ത ഈ കറി പൗഡർ, മസാല, മിക്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ചു ഒരു FMCG പ്രൊഡക്റ്റുകളുടെ വലിയൊരു ശൃംഖല തീർത്ത് കുറേ അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ ട്രേഡിങ്, സെല്ലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് അത് കുറേ മുന്നോട്ട് പോയപ്പോൾ അതിന് നല്ലൊരു ഓഫർ വന്നപ്പോൾ ബ്രാൻഡ് ഉൾപ്പെടെ നമ്മൾ വേറെ ആൾക്ക് കൈമാറി. അപ്പോൾ ഇന്ന് കാണുന്ന ഈ വാല്യുവേഷൻ നടത്തി വിൽക്കുന്ന
ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യമായി പറയുന്ന വാല്യുവേഷൻ ഗെയിം അന്ന് ഒരു കാലവും ആരും ചിന്തിക്കാത്ത കാലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്, എക്സിറ്റ് നടത്തിയിട്ടുണ്ട്. ആ കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഉള്ള കാലത്ത് ഞാൻ ഈ വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലം ഉൾപ്പെടെ പല ബിസിനസ്സുകളിലേക്കും ഞാൻ അതിനെ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം വീട്ടിൽ നിന്ന് പരിപൂർണ്ണ സപ്പോർട്ടായിരുന്നു. എൻ്റെ അനുജൻ എൻ്റെ കൂടെ പരിപൂർണ്ണമായി ഡോക്ടർ കൃഷ്ണകുമാർ എന്ന് കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിലിറങ്ങി കറക്റ്റായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി വേണം. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കാശെടുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ടീച്ചറായതുകൊണ്ടും ഒരു അധ്യാപകൻ നൽകിയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൊണ്ടും ചിട്ട അച്ചടക്കം അന്നുമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മൾ സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി കാശ് കണ്ടെത്തി മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് നമുക്ക് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ അച്ഛൻ പരിപൂർണമായി വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് ഇൻഡസ്ട്രി തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ സ്റ്റീൽ ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം സൗത്ത് ഇന്ത്യ മുഴുവൻ മാർക്കറ്റിങ്ങിന് പോകാൻ പറഞ്ഞു. ഞാനും വേറൊരാളും കൂടെ സൗത്ത് ഇന്ത്യ മൊത്തം എത്രയോ പ്രാവശ്യം മാർക്കറ്റിങ്ങിന് പോയി എത്രയോ വലിയ വലിയ ഓർഡറുകൾ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ മാർക്കറ്റിംഗ് സ്കില്ലും ആ ഒരു എന്താ പറയുക അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിച്ചു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടാണ് ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നത്. പിന്നെ ഈ 2002 കേരളത്തിലെ ഈ നയം വന്നപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ കാലെടുത്ത് വയ്ക്കേണ്ടി വന്നു. പിന്നെ അതിൻ്റെ മാസ്റ്ററായി, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ അതിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനായത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എൻ്റെ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അവർ പറഞ്ഞു തന്ന വഴി, അവർ ഞങ്ങൾക്ക് നയിച്ച കാര്യങ്ങൾ, അതുപോലെ കൂടെ നിന്ന ആളുകൾ, വളരെ നല്ല പോസിറ്റീവായ ആളുകളാണ് ഇന്നും കൂടെ നിന്നിട്ട്. സുഹൃത്തുക്കളായാലും വെൽവിഷേഴ്സ് ആയാലും എല്ലാം തന്നെ, അത് അന്നും ഇന്നും അതെ. അപ്പം അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട പാഠം, ആ ഒരു ശക്തി ആണ് ഇന്ന് ഈ നിലയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. പിന്നെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. അതും ഇപ്പോൾ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് പരമാവധി നല്ലൊരു ജീവിതത്തിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ഇനി ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ ഇരിക്കുവാനുള്ള മുൻകരുതലോടുകൂടി തന്നെയാണ് ഇന്ന് എൻ്റെ യാത്ര. ഒരു പരിധിവരെ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കും, കൂടെയുള്ള ആളുകൾക്ക് ചെലവഴിക്കാൻ സമയമുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കും, യാത്രയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കും, സ്വല്പം വായനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കും. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ജീവിതത്തിലുള്ളത് കൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു ഡിപ്രഷനോ ഒരു മറ്റുള്ള നിലയ്ക്ക് ഒരു മൂഡ് ഫ്ലക്ച്വേഷനോ ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ പ്രസന്നനായിരിക്കും, എന്നും വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ന്യൂസാണ്. ഒരു മനുഷ്യന് ഒരിക്കൽ പോലും ഒരു മൂഡ് സ്വിങ്സ് ഇല്ലാതെ, ഡിപ്രഷൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഫോർച്യൂനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ പലപ്പോഴും പല ബിസിനസ് മന്ത്രങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ 4P ആണ് വേണ്ടത്. അപ്പം അത്തരം ഒരു സക്സസിൻ്റെ ഫോമുല, സക്സസ് എന്നല്ല, അതല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു, മൂഡ് സ്വിങ്സ് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പഠനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഏകദേശം 60% ആളുകൾക്ക് ഡിപ്രഷനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പണമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ സ്വന്തം വികാരങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. പക്ഷേ ഇത്രത്തോളം സ്ഥാപനങ്ങൾ നടത്തുന്നു, ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്, എന്നും യാത്ര ചെയ്യുന്നു. ഇതിനിടയിൽ എന്താണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്ന ഈ ഹാപ്പിനെസ്സിൻ്റെ, സക്സസിൻ്റെ, എപ്പോഴും ലൈവായിരിക്കാൻ സാധിക്കുക, എപ്പോഴും സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് ആ ഒരു എനർജിയുടെ സീക്രട്ട്? ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ അതിന് പ്രത്യേകിച്ച് മന്ത്രമൊന്നും വേണ്ട. സത്യത്തിൽ നമ്മുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തിയെടുത്താൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് വരും. നമ്മൾ അനാവശ്യമായി നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത്. നമ്മളതൊരു കർമ്മമാണ്, അത് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആകുമെന്ന വിശ്വാസത്തോടെ ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ പകുതി സ്ട്രെസ് ഒഴിവായി. രണ്ടാമത് നമ്മൾ നല്ല നെറ്റ്വർക്കിംഗ്, നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക, നമ്മുടെ പേഴ്സണലായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്കാണ് സക്സസ്ഫുൾ ആവാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ ഡിപ്രസ്ഡായി വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഒരിക്കലും സന്തോഷം കിട്ടുകയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായാലും വലുതായാലും അത് പരാജയമായാലും അതിലൊരു സന്തോഷവും അതിലൊരു തിരിച്ചറിവും നമുക്ക് നേടാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ സക്സസ്. പിന്നെ എന്തും ഒരു ടൈം മാനേജ്മെൻ്റ് ഉള്ള ആളുകൾക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുകയുള്ളൂ. ടൈം ഞാനായാലും നിങ്ങളായാലും വേറെ ആരായാലും 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂറിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു,
പ്രൊഡക്റ്റീവായി എങ്ങനെ ഉപയോഗിക്കുന്നു, അത് പേഴ്സണൽ ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷം. ആ സന്തോഷമാണ് എല്ലാറ്റിൻ്റെയും മന്ത്രം. ഹാപ്പി അല്ലാത്ത ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക. അത് ചില ആളുകൾക്ക് സ്പിരിച്വൽ ആയിരിക്കാം, മറ്റു ചില ആളുകൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ ആവാം, മറ്റു ചില ആളുകൾക്ക് മറ്റ് എൻ്റർടൈൻമെൻറ്റുകളിലൂടെ ആവാം. എന്താണോ ഒരു വ്യക്തിക്ക് അഭികാമ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ളത്, അതിന് ഏറ്റവും സന്തോഷം നൽകുക, അത് ചെയ്യുവാനുള്ള സമയം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ മാത്രമാണ് സക്സസ് ഉണ്ടാവുകയുള്ളൂ. അതുതന്നെയാണ് ഇതിൻ്റെ മന്ത്രം. ഡെഡിക്കേറ്റ് യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുവാനും ആനന്ദിപ്പിക്കുവാനും സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയാൽ മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി കടന്നു പോകും. അവരും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും സന്തോഷവാന്മാരാകും. ഇതാണ് ഇതിൻ്റെ മന്ത്രം. നമ്മൾ പൊതുവേ പറയാനുള്ള കാര്യമാണ് ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് എ ജേർണി. അപ്പോൾ ഒരു പക്ഷേ ഹാപ്പിനെസ്സിനെ ചേസ് ചെയ്യാതെ നമ്മുടെ പാഷനെ കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമ്മളിപ്പോൾ ഇവിടെ പങ്കുവച്ചത്. എനിക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് വിജയത്തിൻ്റെയോ പരാജയത്തെ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട 1-2 പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റുകളെ കുറിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ മാത്രം പോലെ അതിനൊരു കമ്മിറ്റ്മെൻറ്റും അതിനൊരു പാഷനും വേണം. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ജീവിതത്തിനൊരു അടുക്കും ചിട്ടയുമാണ്. ദാറ്റ് ഈസ് എ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരാൾ, എന്നും സൂക്കടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് എ മസ്റ്റ്. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം. നമ്മുടെ ശരീരവും മനസ്സും അതിനനുസരിച്ച് പാകപ്പെടുത്തണം. മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കണം, ആവശ്യമുള്ള ഉറക്കം വേണം, കുടുംബത്തിൻ്റെ ഒപ്പം ആവശ്യമുള്ള സമയം ചെലവഴിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു മിതത്വം പാലിച്ച് അത് കൃത്യമായി അതിന് വേണ്ട സമയം അനുവദിച്ചു കൊണ്ട് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന കാര്യം നേടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു ഓട്ടം മാത്രം ജീവിതത്തിൽ നടത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടാകും. കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നു, ഒരു മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു. ഈ യാത്രക്കിടയിൽ നാം എന്ത് നേടി എന്ന് ചോദിച്ചാൽ അത് പേപ്പറുകളിലും അല്ലെങ്കിൽ അപ്രിസിയേഷൻ്റെ മാത്രമായി മാറിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവണം. അപ്പം മാത്രമാണ് നമ്മളും ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് കൂടുതൽ സന്തോഷം നൽകാൻ കഴിയുകയുള്ളൂ. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു പോളിസി. എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് അതാണ് കൊണ്ടു നടക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു എക്സ്ട്രാ ആയിട്ടൊരു എഫോർട്ട് എടുത്ത് കിട്ടാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോകാറില്ല. നാം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുക, അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നടത്തിയെടുക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റൂറൽ ഏരിയയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഏറ്റവും അഡ്വാൻസ്ഡായ മേഖലയിൽ അല്ലെങ്കിൽ സിറ്റീസിലുള്ള ആളുകളുമായി കോമ്പറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് സാധ്യമാണെന്ന് നമുക്കിപ്പോൾ തെളിയിക്കപ്പെട്ടു. കാര്യം അത് എൻ്റെ മാത്രം കാര്യങ്ങളല്ല, പല ഓർഗനൈസേഷൻസും ഇപ്പോൾ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് മെട്രോ സിറ്റീസിലുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ് കൾച്ചറുള്ള പല ആളുകളുമായി കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ആവശ്യം ഒരേപോലെയുള്ള മനസ്സുകളെ ഒത്തു ചേർത്ത് കൊണ്ട് ഒരു ചെയിനായി അവരുടെ ഒരു പോസിറ്റീവ് എനർജിയെ പരിപൂർണമായി ചാനലൈസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് കൂട്ടായി പ്രവർത്തിച്ചാൽ ഏത് സംരംഭവും വിജയിപ്പിക്കാൻ കഴിയും. ഇത്ര സുന്ദരമായ ആശയങ്ങളാണ്. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ലോകത്തിൽ ഏറ്റവും സമ്പന്നമുള്ള സ്ഥലമെന്ന് പറയുന്നത് ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളല്ല, ഈജിപ്തിലെ പിരമിഡുകളല്ല, ലോകത്തിലെ മഹാത്ഭുതങ്ങളല്ല, ശവകുടീരങ്ങളാണ് എന്ന്. കാരണം മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാമായി അവർ അത് നടപ്പാക്കാതെ പോയി ചെല്ലുന്ന ഒരു സ്ഥലമാണ് ശവകുടീരങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, ഇപ്പോൾ മൗറീഷ്യസിൻ്റെ കമ്മീഷണറാണ്, ട്രേഡ് കമ്മീഷണർ ടു ഇന്ത്യ. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല ക്ലബ്ബുകളുടെയും മെമ്പറാണ്. മൾട്ടി ബില്യനെയർ അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. യു ആർ ദ ആവറേജ് ഓഫ് യുവർ 5 ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും അങ്ങേക്ക് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അതിശക്തരായ സമ്പന്നരായ വിജയികളായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധങ്ങളും ഉണ്ടാകും. ഈ ബന്ധങ്ങൾ എങ്ങനെയാണ്, ആ ബന്ധങ്ങളെ ഉപയോഗിച്ച് ഈ ഗ്രാമത്തിൽ വരുന്ന കുട്ടികളെ ശക്തിമത്തമാക്കി മാറ്റുവാനായിട്ട് എന്ത് വിഷനാണ് അങ്ങയുടെ കോളേജിൽ നടപ്പാക്കുന്ന മന്ത്രങ്ങൾ? ഈയൊരു മൗറീഷ്യസിൻ്റെ ട്രേഡ് കമ്മീഷൻ ആയതിനു ശേഷം നമുക്കൊരു ഇൻ്റർനാഷണൽ കണക്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ബ്രാൻഡിങ്, ഒരു ലേബലിംഗ് വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ബന്ധപ്പെടുവാനും ആളുകളെ അപ്രോച്ച് ചെയ്യാനും വളരെ ഈസി ആയിരുന്നു. ആ ഒരു കണക്റ്റ്, ആ ഒരു നെറ്റ്വർക്കിൽ ഗുഡ് വില്ലും അതിലെ പോസിറ്റീവായ കാര്യങ്ങളുമാണ് ഞാൻ ക്യാമ്പസുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നു, വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നു,
കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അവിടേക്ക് പോകുവാനുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നു. അതുമല്ലെങ്കിൽ അവർക്ക് മറ്റു ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ഇത്തരം കാര്യങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുഡ് വിൽ അംബാസഡറായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിനതിൻ്റേതായ ഒരു മേന്മയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ആളുകൾ കാണുന്നത് ഒരു പോസിറ്റീവായ, അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളൊന്നും തന്നെ റിക്വസ്റ്റായിട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അവർ പരസ്പരം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ചെയ്യാൻ കഴിയുന്നു. പല രാജ്യങ്ങളും നമ്മളെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും നമ്മളെ ടോക്കിന് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ടോക്കിന് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു പ്രസൻസും നമ്മുടെ ഒരു വിഷനും അവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കണക്റ്റിലൂടെ അത്തരം ആളുകൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്കും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു കൾച്ചർ എക്സ്ചേഞ്ച് വരെ നടക്കുന്നു. അത് മനുഷ്യ മനസ്സിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കണക്ടിവിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ ഗുഡ് വിൽ അംബാസഡർ അല്ലെങ്കിൽ ട്രേഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും പ്രയോജനപരമായി നമുക്ക് ചെയ്യാൻ കഴിയും. എൻ്റെ ഓരോ ഇൻഡസ്ട്രി, പല തലത്തിലുള്ള ഇൻഡസ്ട്രികൾ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് അവിടെ എല്ലാം തന്നെ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടാണ്. നമുക്ക് വേണ്ടി മാത്രം നമ്മളൊന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൗറീഷ്യസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. മൗറീഷ്യസ് പോലെയുള്ള രാജ്യത്ത് ഡബിൾ ടാക്സ് പ്രൊട്ടക്ഷനുള്ള രാജ്യമാണ്. അവിടെ ഏത് ബിസിനസ് ചെയ്യാൻ പോയാലും അവിടെ ടാക്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, പ്രത്യേകിച്ച് ആദ്യത്തെ 7 വർഷം ടാക്സ് ഇല്ല. അപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ട്രേഡിങ് തുടങ്ങിയാൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനം തുടങ്ങിയാൽ ഇതെല്ലാം ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയില്ല. മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ്. സത്യത്തിൽ അത് ടൂറിസ്റ്റ് പ്ലേസിലപ്പുറം പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇന്ത്യയിലെ കോടാനുകോടി ആളുകൾക്ക് പലതും ചെയ്യാൻ സാധിക്കുന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾക്കെല്ലാം ബാക്ക് ഓഫീസുള്ള രാജ്യമാണ്. 70% അവിടുത്തെ പോപ്പുലേഷൻ ഇന്ത്യൻ ഒറിജിനാണ്. അപ്പോൾ പല അഡ്വാൻറ്റേജസുമുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവിടെ പല കാര്യങ്ങളിലും ഗവൺമെൻറ് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നാൽ മൗറീഷ്യസിൽ പോയി കംപ്ലീറ്റ് ഷൂട്ടിംഗ് നടത്തിയാൽ 50% റിബേറ്റായി തിരിച്ചു കൊടുക്കും അവിടെ വന്ന എക്സ്പെൻസിൻ്റെ. അതൊരു വേറൊരു പോളിസിയാണ്. അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അവിടെ ജോലി ചെയ്ത റിട്ടയർ ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ പോയി സെറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് പരിപൂർണമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ഹെൽത്ത് കവറേജ് ഉൾപ്പെടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും മനോഹരമായ ഒരു സ്ഥലം, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലം, ഭാരതവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സ്ഥലം, ഭാരതത്തിൻ്റെ സീ മുഴുവൻ അല്ലെങ്കിൽ നേവി മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു റീജിയനും കൂടിയാണ്, ഭാരതത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, സൗത്ത് ഇന്ത്യൻസിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ്. അതിൻ്റെ ഗുണങ്ങൾ നമ്മളും തിരിച്ചങ്ങോട്ടും നമ്മൾ കൈമാറാൻ സാധിച്ചാൽ വലിയ ഒരു അഡ്വാൻറ്റേജ്, എക്കണോമിക്കലി വലിയ റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് ടാക്സ് പ്രൊട്ടക്ഷനൊക്കെ മറ്റു രാജ്യങ്ങളിലുമില്ല. അവിടെ ടാക്സ് അടച്ച് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട, അത് ഇന്ത്യൻ ട്രീറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അവിടുത്തെ ചെറിയ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അത്തരം കമ്പനികൾ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവായ, ഭാവിയിൽ ഏറ്റവും ശക്തമായ ഒരു എക്കണോമിയായി മാറാൻ സാധ്യതയുള്ള രാജ്യം കൂടിയാണ് മൗറീഷ്യസ്. ആ ഒരു ഗ്ലോബൽ ഫെസിലിറ്റീസ് മൗറീഷ്യസ് മാത്രമല്ല, ലോകത്തിലെ പല സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി വേണമെന്നുള്ളൊരു ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ക്വാളിറ്റി മൈൻഡ് സെറ്റ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനൊക്കെ നമ്മൾ കുറേ പറയാറുണ്ട്. നമ്മുടെ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും മികച്ച ഓൺട്രപ്രണേഴ്സ് ആകണം, ഏറ്റവും വലിയ കോമ്പറ്റൻസി ഉള്ളവരായിരിക്കണം, എന്നാൽ മാത്രമാണ് സമൂഹത്തിന് ഗുണപ്രദമാക്കി മാറുകയുള്ളൂ. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ബിൽഡ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ബെഞ്ച് മാർക്ക് എന്താണ് മനസ്സിലുള്ളത്? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓരോ സ്ഥാപനങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ശ്രമിക്കുന്നതും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു എക്സ്ചേഞ്ച്, ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാംസാണ്. എന്തിനാണോ വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ പോയിരുന്നത് അത് ഇവിടെ നൽകുക, അതിനുള്ള സൗകര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഈ പുറത്തേക്കുള്ള യാത്ര, ഇവിടെ നിന്നുള്ള ആ റെമിറ്റൻസ്, ഇന്ത്യൻ എക്കണോമിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കുടുംബത്തിൻ്റെ കാശാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് ആരും കാണാതെ പോയൊരു ക്രൈസിസാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഗൾഫ് മണി വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിന് കുറവ് വന്നു. അതുപോലെ തന്നെ
ഈ വിദ്യാർത്ഥികൾ പഠിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ലോൺ എടുത്ത് പോവുക. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് റെമിറ്റൻസ് അങ്ങോട്ട് പോകുന്നു. മൂന്നാമതൊരു കാര്യം, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലാളികൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലും ബംഗാളിലും മറ്റുമുള്ള ആളുകളാണ്. ഇവർ ഡെയിലി ഇവിടെ കൂലി നേടുന്നു, ആഴ്ചയിൽ അവരുടെ വേജസ് മേടിക്കുന്നു, തിരിച്ച് റെമിറ്റൻസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എക്കണോമി അല്ലെങ്കിൽ മണി വലിയ ഡ്രെയിനേജ് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ടാപ്പ് ചെയ്യുവാനും ഇതിനെ നിയന്ത്രിക്കുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ കേരളം വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്ന് ചാടും. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന ഫെസിലിറ്റീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രോഗ്രാംസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ സാധ്യമാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷനും ഓട്ടോണമസ് ആയി യൂണിവേഴ്സിറ്റിയുടെ പക്കത്ത് നിൽക്കുന്ന ഓൾറെഡി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡും ആ ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കിങ്ങും നമുക്ക് ചെയ്യാൻ കഴിയും. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്കുള്ള പോക്കൊഴിവാക്കി സാമ്പത്തികമായി ചെറിയ ഫീസ് നൽകിക്കൊണ്ട് കേരളത്തിൽ പഠിക്കുവാനും ലോക നിലവാരത്തുള്ള ആളുകളായി മാറുവാനും ഒരു ഹൈലി സ്കിൽഡും പ്രൊഫഷണൽസുമായി മാറ്റുവാനും സാധിക്കുമെന്നാണ് വിശ്വാസം. ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വത്തായി മാറും ഈ ഒരു കൾച്ചർ. അത് കേരളത്തിലെ സർക്കാരും ഉദ്യോഗസ്ഥരും മറ്റു അനുബന്ധ ആളുകളും ചേർന്ന് നല്ലൊരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അടുത്ത 5 വർഷം മുതൽ 10 വർഷം കൊണ്ട് കേരളം മറ്റൊരു വലിയ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.